നമസ്കാരം. ദ പാത്ത് ഓഫ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മളെ വിനയത്തിലേക്ക് നയിക്കണം എന്ന് കേട്ടിട്ടുണ്ട്. വിദ്യാദദാതി വിനയം. നമ്മൾ എത്ര പഠിച്ചാലും ആ പൂർണ്ണ അറിവിന്റെ എത്രയോ ഇൻഫിൻസിബിൾ നിസ്സാരമായിട്ട് ഭാഗം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ശരിക്കും ഒന്നും അറിയുന്നില്ല. ഒന്നും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് കേട്ടിട്ടുണ്ട്. ഒന്നും അറിയില്ല. ആ അറിവില്ല എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന ആ ഒരു വിനയം, ആ വിനയം സൃഷ്ടിക്കുന്ന ഒരു വാക്വിറ്റി, അത് ശരിയായിട്ടുള്ള ജ്ഞാനത്തെ ആകർഷിക്കുന്നു. ശരിയായിട്ടുള്ള ജ്ഞാനത്തിന്റെ ഉറവിടത്തു നിന്നുള്ള ഫ്ലോ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിനയാന്വിതരാവണം. നമ്മളിവിടെ കൂടുതൽ അറിവ് നേടിയിട്ട് അതിൽ അഹങ്കരിക്കുമ്പോൾ നമ്മൾ ആ ഫ്ലോനെ ബ്ലോക്ക് ചെയ്യണം. നമ്മൾ ജ്ഞാന സ്രോതസ് എന്നുള്ള ഫ്ലോനെ ബ്ലോക്ക് ചെയ്യണം. നമ്മൾ ചുരുങ്ങിപ്പോകണം. അങ്ങനെയാണ് നമ്മൾ താഴേക്ക് ഡിസെൻഡ് ചെയ്യുന്നത്. നമുക്ക് എന്തോ അറിയാമെന്ന് വെച്ചാൽ അറിയുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപ്പൊ അറിവ് നമ്മളെ വിനയത്തിലേക്ക് നയിക്കണം. അറിവ് നമ്മുടെ ഉള്ളില് എനിക്കും അറിയില്ല എന്നുള്ള ഒരു ഹെൽപ്ലെസ് സ്റ്റേറ്റ് സൃഷ്ടിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ടാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നത് ഏന തെക്തേന ഭുഞ്ജീത എന്ന് പറയുന്നത്. നമുക്ക് എന്തെല്ലാം ഈ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്നുവോ, പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ജീവിതത്തിൽ നിന്നും ലഭിക്കുന്നുവോ, അതെല്ലാം നമ്മൾ അനുഭവിക്കണം. തീർച്ചയായിട്ടും ആക്സെപ്റ്റൻസ് അനുഭവിക്കണം. പക്ഷെ അതിന്റെ ഫലങ്ങൾ ഇച്ഛിക്കാതെ, അത് കൂട്ടിവെക്കണമെന്ന് ആഗ്രഹിക്കാതെ നമ്മൾ അതിനെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കണം. ഇനി ആൾക്കാർക്ക് കൈമാറാൻ തയ്യാറാവും. നമുക്ക് എന്തെങ്കിലും ലഭിച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും ആവശ്യമുള്ളതേ നിൽക്കുള്ളൂ, ബാക്കിയെല്ലാം പോവും. നമ്മൾ
കൂടുതൽ വെക്കാമെന്ന് ആലോചിക്കുന്നതിനെ വിഡ്ഢിത്തരമാണ്. കാരണം അവസാനം മരണം കടന്നു വരും. അപ്പൊ എന്താണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക? നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ഉള്ളിൽ നേടിയിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഉള്ളിൽ നേടിയിരുന്നത് ക്യാരക്ടർ മാത്രം. ആ ക്യാരക്ടർ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ മനസ്സ് ഏത് സ്റ്റേറ്റിൽ എത്തി അത് മാത്രമേ ശരിക്കും നമ്മുടെ കൂടെ ഉള്ളൂ എപ്പോഴും. അത് മരിക്കുന്ന സമയത്ത് ഇപ്പോഴും അത് തന്നെയുള്ളൂ. ഇപ്പൊ നമുക്ക് മഹാദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ഈ അനുഭവം ഉണ്ടാവുന്നുണ്ട്. ശരിക്കും നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അപ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മുടെ സ്വത്ത് പോയി, നമ്മുടെ കഴിവുകൾ പോയി, നമ്മുടെ ഫാമിലി നഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും എന്താണ് ആ വ്യക്തിയുടെ ക്യാരക്ടർ മാത്രം, ആ മൂല്യം മാത്രം. സ്വർണത്തിന്റെ ഖനിക്ക് മൂല്യം നൽകുന്നത് എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ള സ്വർണത്തിന്റെ കണ്ടന്റാണ്, ഗോൾഡിന്റെ കണ്ടന്റാണ്. അതിനെ ഒരുപാട് പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ട് അവിടുന്ന് സ്വർണം എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ സ്വർണം ഈ എക്സ്ട്രാക്ഷനിൽ അനുഭവിക്കുന്ന വേദന എന്തായിരിക്കും? ഈ ഓറിങ്ങനെ കടന്നു പോകുമ്പോൾ സ്വർണം ഇതൊക്കെ അനുഭവിക്കണ്ടേ? എടുത്തു കളയുന്ന വസ്തുക്കളുടെ കൂടെ സ്വർണം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ യാത്രയിൽ, ജീവിതയാത്രയിൽ നമ്മൾ പല അറിവുകളും നേടിയിട്ട്, നമ്മൾ അനുഭവങ്ങൾ നേടിയിട്ട്, അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഈ തരത്തിൽ ഒരു സഫറിങ് വേണം നമ്മുടെ ഉള്ളിൽ. അതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. ഈ ലഭിച്ചത് നമുക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വിട്ടുകൊടുക്കാനുള്ള ഒരു കഴിവ് വേണം. അതിനാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് നൽകാൻ, നമ്മളിലൂടെ ഒഴുകാൻ അനുവദിക്കുക. ശരിക്കും സഫറിങ്ങിന്റെ ആവശ്യമില്ല. സഹജമാർഗത്തിന്റെ മാസ്റ്റർ ദാജി ഒരിക്കൽ ഒരു മെസ്സേജിൽ അതിന് റിപ്ലൈ ചെയ്തിരുന്നു. സഫറിങ് ആവശ്യമുണ്ടോ, പ്ലീസ് തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് ദാജി പറഞ്ഞു. ശരിക്കും സഫറിങ് ആവശ്യമില്ല. നമ്മൾ മാസ്റ്ററിലേക്ക് കണക്റ്റഡ് ആണെങ്കിൽ, നമ്മുടെ സെന്ററിലേക്ക് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് വരും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ സഫറിങ് ഇല്ല. നമ്മളിന്ന് കടന്നു പോകുന്നത് നമ്മൾ അറിയേയില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയി നമ്മൾ അറിയേയില്ല. നമ്മൾ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഡിസ്കണക്റ്റഡ് ആണ്. നമുക്ക് ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഡിസ്കണക്റ്റഡ് ആണ്. അപ്പൊ കുട്ടികളിൽ ഈ ഇന്നസെൻസ് നാച്ചുറൽ ആയിട്ടുണ്ട്. അവര് നാച്ചുറലായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാണ് ശരിക്കും കുട്ടികൾക്ക്. പിന്നെ പിന്നെ അവര് അക്യുമുലേറ്റീവ് ടെൻഡൻസി കൊണ്ടുവരുന്നു. ഇത് എന്റെ കളിപ്പാട്ടാണ്, ഇത് കൊടുക്കില്ല, വാശി പിടിക്കും. അപ്പൊ ആ സമയത്ത് അവരെ അതിൽ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണവന്മാര്, മുതിർന്നവര് ആ സ്റ്റേജ് കടന്നിട്ടുണ്ടാവണം. ഇത് എന്റെ സ്ഥലമാണ്, എന്റെ ശമ്പളമാണ്. 4 ബ്രദേഴ്സ് ഒരു വീട്ടിൽ താമസിക്കുന്നെങ്കിൽ ഷെയർ ചെയ്യാണ്ടിരിക്കുക, എന്റെ ശമ്പളം എത്രയാത് പറയാണ്ടിരിക്കുക. അപ്പൊ ഈ തരത്തിലുള്ള പ്രവണത പേരൻസിന് കാണും. കുട്ടികൾ അത് കണ്ടു പഠിക്കുകയാണ്. കുട്ടികൾ അത് റിഫ്ലക്ട് ചെയ്യണം. അവർ നാച്ചുറൽ ആയിട്ടുള്ള ആ നൽകാനുള്ള ഫ്ലോ കടന്നു പോകാൻ അനുവദിക്കുന്ന ആ ഒരു സ്വഭാവം അത് ഇല്ലാണ്ടാവും. പ്രകൃതിയിലേക്ക് നോക്കൂ, ഒന്നും കൂട്ടി വെക്കുന്നില്ല. സൂര്യൻ തിളങ്ങുന്നത് സൂര്യന് വേണ്ടിയിട്ടല്ല, വെള്ളം ഒഴുകുന്നത് വെള്ളത്തിന് വേണ്ടിയല്ല, മഴ പെയ്യുന്നത് മഴയ്ക്ക് വേണ്ടിയിട്ടല്ല, മരങ്ങൾ കായ്ക്കുന്നത് മരങ്ങൾക്ക് വേണ്ടിയല്ല. എല്ലാം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ നമ്മളും നൽകുന്ന മാധ്യമങ്ങളാവണം. ഇതാണ് എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾക്ക് വന്നു, നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇപ്പൊ ഞാൻ ഓഫ്താൽമോളജിസ്റ്റ് ആണ്. ഈ ഓഫ്താൽമോളജി ഞാൻ കണ്ടുപിടിച്ചതല്ല. ഇതിലുള്ള ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചില്ല. ഞാനത് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഉപയോഗിക്കുമ്പോൾ അത് സ്നേഹത്തോട് ഉപയോഗിക്കും. ഇത്രയും ആൾക്കാർ, ഇത്രയും മുതിർന്നവർ നമ്മളിലേക്ക് ഇത് തന്നാണ്, നമ്മളിലേക്ക് കടന്നു വന്ന അറിവാണ്. അവരിലേക്ക് അതിന്റെ മുകളിൽ നിന്നും കടന്നു വന്നു, സോഴ്സ് നിന്ന് കടന്നു വന്നു. അപ്പൊ സ്രോതസ് നിന്ന് വരുന്നതാണ് ഈ അറിവ്. ആ അറിവിനെ നമുക്ക് കൂട്ടിവെക്കാൻ എന്താ അധികാരമുണ്ട്? എല്ലാവർക്കും അത് ലഭിക്കല്ലേ? എല്ലാവരുടെ ഉള്ളിൽ ആ സ്രോതസ് ഉണ്ടല്ലോ. അവർക്ക് ഇപ്പൊ അതിൽ കണക്ഷൻ കിട്ടിയില്ല. കാരണം അവർക്ക് വേറെ ആൾക്കാരെ പണി ചെയ്യാനുണ്ട്. ഇപ്പൊ ഡോക്ടർ ഒരാൾ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് മറ്റേ പണികൾ ചെയ്യാം. തിരിച്ചും മറ്റുള്ള പണികൾ വേറെ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് ഡോക്ടറായിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്റെ വീട്ടില് മരപ്പണി ചെയ്യാൻ ഒരു കാർപ്പൻ്റർ ഉള്ളതുകൊണ്ട് എനിക്ക് മരപ്പണി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് അവർ ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എനിക്ക് രാജ്യം ഭരിക്കാൻ സാധിക്കുന്നില്ല, അവിടെ രാജ്യം ഭരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആ സഹോദരന്മാരുണ്ട്. അപ്പൊ എല്ലാ സാഹോദര്യ ബോധം എൻ്റെ തന്നെ പാർട്സ് ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എപ്പോഴും സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ സഹായം നാച്ചുറലായി നൽകിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് ഈ പ്രപഞ്ചം നടക്കുന്നത്. ഇതാണ് ത്യാഗബോധം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സഫറിങ് കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? അഹംബോധം വന്നുകൊണ്ടാണ്. മനുഷ്യൻ ഇഗോട്ടിസ്റ്റിക് ആയി, എനിക്ക് എൻ്റേത് എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങി. അപ്പൊ അത് മാറ്റിയെടുക്കേണ്ട ഒരു പണി മനുഷ്യന് വന്നു. അപ്പൊ എഡ്യൂക്കേഷൻ ശരിക്കും
ഈ ഒരു ഈഗോനെ ട്രാൻസെൻഡ് ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരണം. അതുകൊണ്ടാണ് ആധ്യാത്മികത വേണമെന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എൻ്റെ ഈ ഞാനെന്നുള്ള ഭാവത്തെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലാണ്ടാക്കുന്നില്ല. പലരും തെറ്റിദ്ധരിച്ചു, എൻ്റേതൊന്നുമില്ല എന്നൊരു കാട്ടിൽ പോകുക. അതല്ല, എല്ലാം യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ്, എല്ലാം യഥാർത്ഥത്തിൽ എൻ്റെ തന്നെയാണ്, എല്ലാം പ്രപഞ്ചം മുഴുവൻ യഥാർത്ഥത്തിൽ എൻ്റെ തന്നെ റിഫ്ലക്ഷൻ. അതുകൊണ്ട് ഇവിടെ കോമ്പറ്റീഷൻ ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് വരുന്നു, എല്ലാവരും അതിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ റിഫ്ലക്ഷൻസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബോധത്തോട് കൂടിയിട്ട് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഗ്രാജ്വലി ഡിവൈൻ സ്റ്റാറ്റസിലേക്ക് ഉയർന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് യഥാർത്ഥ ജ്ഞാനം. യഥാർത്ഥ ജ്ഞാനം വിശ്വപ്രാണനാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എല്ലാവരിലും അറിവ് നൽകുന്ന പ്രാണനാണ് ഞാൻ എന്ന് ഭഗവാൻ പറഞ്ഞു. അത് എൻ്റെ ഫൈനൽ വേർഷനാണ്. എൻ്റെ ഉള്ളിലേക്ക് അത് കണക്റ്റഡ് ആണ്. ഞാൻ എന്തിനും ഇവിടെ കിടന്നിട്ട് വിഷമിക്കണം? ഈ ശരീരം നിർമ്മിക്കാൻ സാധിക്കും, ഇനിയും ശരീരങ്ങൾ നിർമ്മിക്കാം. ഈ പ്രപഞ്ചത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും, ഇനിയും പ്രപഞ്ചങ്ങൾ പ്രവർത്തിക്കാം. അതിനൊന്നും അട്രാക്ഷൻ ആവേണ്ട ആവശ്യമില്ല. എൻ്റെ എവല്യൂഷന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതെല്ലാതെ മനസ്സിലാക്കിയിട്ട് എപ്പോഴും ഒഴുകാനുള്ള മാധ്യമമായി മാറുക എന്നുള്ള എഡ്യൂക്കേഷന്റെ ലക്ഷ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.